അടുത്തതാണ് ബൈനറി കോഡുകൾ. പലതരത്തിൽ നമുക്ക് ഈ ബൈനറി വാല്യൂസിനെ നമ്മൾ കോഡുകളായിട്ട് യൂസ് ചെയ്യും, പല പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ മെയിനായിട്ട് നമ്മുടെ ഡാറ്റ ട്രാൻസ്മിഷൻ നെറ്റ്വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ബൈനറി കോഡുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ കോഡ്സ് എന്ന് ഇതിനെ പറയും. ഡിജിറ്റൽ കോഡുകളെ യൂസ് ചെയ്യാറുണ്ട്. ബൈനറി വാല്യൂസിനെ തന്നെ നമ്മൾ പലതരത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡിജിറ്റൽ കോഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ യൂസിങ് ഡിസ്ക്രീറ്റ് സിമ്പിൾസ് ഓർ കോമ്പിനേഷൻ ഓഫ് സിമ്പിൾസ് ടിപ്പിക്കലി ഇൻ ബൈനറി ഫോം. ബൈനറി ഫോമിൽ തന്നെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ കോഡുകൾ എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതായിരിക്കും? ഫണ്ടമെന്റൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഡാറ്റ സ്റ്റോറേജ്, കമ്പ്യൂട്ടേഷൻ, അതുപോലെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ നെറ്റ്വർക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ ഇലക്ട്രോണിക് സിസ്റ്റങ്ങളിലുള്ള ഡാറ്റ പ്രോസസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിൽ ഈ ഡെസിമൽ വാല്യൂവിനെ ബൈനറി വാല്യൂവിനെ കൺവേർട്ട് ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്? ഡിജിറ്റൽ കോഡുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബൈനറി കോഡഡ് ഡെസിമൽ, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് നമ്മൾ എന്ത് പറയും? BCD എന്ന് പറയും. ഇറ്റ് റെപ്രസെന്റ്സ് ഈച്ച് ഡിജിറ്റ് ഓഫ് എ ഡെസിമൽ നമ്പർ വിത്ത് എ 4-bit ബൈനറി കോഡ്. കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഒരു ഡെസിമൽ ഡിജിറ്റ് തന്നാൽ അതിന്റെ ഓരോ ഡിജിറ്റിനെയും എടുക്കുന്നു. ഒരു ഡെസിമൽ നമ്പർ തന്നാൽ അതിന്റെ ഓരോ ഡിജിറ്റിനെയും 4 ബിറ്റ് ബൈനറി കോഡാക്കി മാറ്റിയാൽ മാത്രം മതി. അതിനകത്തൊരു എക്സാമ്പിൾ കാണാം നിങ്ങൾക്ക്. 258-ന് കറസ്പോണ്ടിങ് BCD ആക്കുന്നത് ആദ്യം 2-ന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ എടുത്തു 0010, 5-ന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ എടുത്തു 0101, 8-ന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ ആണ് 1000. ഇതെന്ന് പറഞ്ഞാൽ 4-bit ആണെല്ലാം. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്താൽ മാത്രം മതി. എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ? BCDക്കകത്തേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. ഇനി അടുത്തതാണ് XS3 കോഡ്. ഇതിന് നമ്മൾ XS3 കോഡ് അല്ലെങ്കിൽ 8421 കോഡ് എന്നും പറയാറുണ്ട്. 8421 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പൊസിഷൻസ് ലാസ്റ്റ് 1 ആയിരിക്കും, നെക്സ്റ്റ് ഡിജിറ്റ് 2 ദ പവർ 2 ആവും, പിന്നെ ടു ദ പവർ 4th 8 അങ്ങനെ ഉണ്ടല്ലോ. 2^1, 2^2, 2^4, ആ ഒരു 2^2, 2^3 അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? 2^0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 2^1 എന്ന് പറഞ്ഞാൽ 2, 2^2 എന്ന് പറഞ്ഞാൽ 4, 2^3 എന്ന് പറഞ്ഞാൽ 8 അങ്ങനെ വരുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ 8421 കോഡ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഓരോ ഡെസിമൽ നമ്പറിനെയും നമ്മൾ ഓരോ ഡെസിമൽ ഡിജിറ്റിനെയും നമ്മൾ എന്താ ചെയ്യുന്നത്? XS3 കോഡിലേക്ക് മാറ്റാൻ വേണ്ടി അതിനോട് നമ്മൾ ഒരു 3 ബൈനറി വാല്യൂ 3 ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ 22 നമ്മളെ ഡെസിമൽ നമ്പർ എങ്കിൽ 22-നോട് 3 കൂട്ടി എത്രയായി? 25 ആയി അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിൾ നോക്കിയാൽ അറിയാം. ഫൈൻഡ് ദ XS3 കോഡ് ഓഫ് ഡെസിമൽ നമ്പർ 22. അപ്പോൾ 22-ന്റെ ഡെസിമൽ വാല്യൂ എന്താ? 10110. അതെങ്ങനെ കണ്ടുപിടിക്കാം നിങ്ങൾക്ക്? 22 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ എന്ത് കിട്ടും? 11 കിട്ടും. ആദ്യം ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് 2 കൊണ്ട് ചെയ്യുമ്പോൾ 5 2s are 10. അവിടെ 1 റിമൈൻഡർ വന്നു. ഇനി 2 ചെയ്യുമ്പോൾ 2 2s are 4. ഇവിടെ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഇനി 2-ൽ 1 2s are 2, 0 വരും. അപ്പോൾ വാല്യൂ എന്താ വരിക? 10110 എന്ന് കിട്ടും. അങ്ങനെ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ കിട്ടിയല്ലോ, ബൈനറി വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 10110. ഇനി അതിനോട് 3 ആഡ് ചെയ്യാം. 3 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 3-ന്റെ വാല്യൂ എത്രയാണ്? 0011 ആണ് ബൈനറി വാല്യൂ. അത് ആഡ് ചെയ്താൽ ഇതാ ഇവിടെ നമുക്ക് ഇതുപോലെ ആൻസർ കിട്ടും. ഇവിടെ പൊസിഷൻ ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട് ടൈപ്പ് ചെയ്തപ്പോൾ, ജസ്റ്റ് പറഞ്ഞുതരാം. 1 0 പ്ലസ് 0 0 1 1 ആവും. ഇവിടെ എന്ത് വരും? 0 + 1 1, 1 + 1 0 ക്യാരി ഉണ്ടാവും, ഇതിലേക്ക് വരും. 1 + 1 10 ആ വരിക. അപ്പോൾ അതിൻ്റെ 0 ഇവിടെ ഇടുന്നു, 1 ക്യാരി ചെയ്യുന്നു. 1 + 0 + 0 എന്ന് പറയുമ്പോൾ 1 തന്നെ വരും. നെക്സ്റ്റ് ഈ 1-ന് താഴെ എഴുതുന്നു, 11001 എന്നുള്ള വാല്യൂ. ഈ വാല്യൂ നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. ഇവിടെ എഴുതുമ്പോൾ ജസ്റ്റ് ആ പൊസിഷൻ ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. കൺവേർട്ട് ബൈനറി നമ്പർ 10011011 ടു XS3 കോഡ്. ഇതിനെ എഴുതുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 4
ബിറ്റുകളുള്ള ഗ്രൂപ്പാക്കി മാറ്റി. കണ്ടോ, 1 0 0 1ഉം അടുത്തത് 1 0 1 1ഉം ആക്കി മാറ്റും. ഇതിനോട് ഞാൻ എന്ത് ആഡ് ചെയ്യും? ഈ ഓരോന്നിനോടും ഇതിനോടും 0 0 1 1 ആഡ് ചെയ്യണം. അതേപോലെ അടുത്ത ബിറ്റിനോട് 4 ബിറ്റിനോടും എന്ത് ചെയ്യണം? 1 1 ആഡ് ചെയ്യണം. ഇങ്ങനെ മാറ്റിയാൽ മാത്രമേ ഇത് എന്താവും? XS3 കോഡായി മാറും. ഇതിനെ ചെയ്താൽ നിങ്ങൾക്ക് അറിയാം 1 1 0 0 ആയിരിക്കും. 1 ഫോർവേഡ് ആവും, അപ്പോൾ ഇവിടെ 1 വരും, ആ 1 ക്യാരി ആവും, ഇവിടെ 1 വരും, 1 0 1 വരും, 1 1 1 0 എന്ന് വരും. ഇനി 1 1 10 ആണ് അല്ലേ? 10 അല്ല 1 0 ആണ്. 0 ഇടുന്നു, ക്യാരി 1, ഇവിടെ അത് 0 ഇടുന്നു, ക്യാരി 1, 1 0 0 എന്ന് പറയുമ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും, 1 1 0 0 1 1 1 0 എന്ന് കിട്ടും. ഇങ്ങനെയാണ് XS3 കോഡ് ചെയ്യുന്നൊന്നുമില്ല. 4 എണ്ണത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഓരോന്നിനെ എന്ത് ചെയ്യാം? 3 ആഡ് ചെയ്തിട്ട് ചെയ്യാം. ഇനി പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന്. സെൽഫ് കോംപ്ലിമെന്റിംഗ് എന്ന് പറഞ്ഞാൽ XS3 നിന്ന് സബ്ട്രാക്ടിങ് XS3 കോഡ് ഫ്രം 9. 9 നിന്ന് XS3 കോഡിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? കോംപ്ലിമെന്റ് ആയിരിക്കും. അതുപോലെ ഇത് എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? സിഗ്നൽ, ഈ ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിലൊക്കെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ സെൻഡ് ചെയ്ത ഡാറ്റ തന്നെയാണോ അവിടെ റിസീവ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി എറർ ഡിറ്റക്ഷൻ ചെയ്യും. അവിടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? XS3 കോഡ് നോക്കാറുണ്ട്. അതുപോലെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺവേർഷൻ ടു ബൈനറി ആൻഡ് വൈസ് വേഴ്സ അത് ഈസി ആക്കുന്നതും എന്താണ്? XS3ന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി അടുത്താണ് ഗ്രേ കോഡ്. ഈച്ച് ബൈനറി കോഡ് ഡിഫേഴ്സ് ഓൺലി 1 ബിറ്റ് പൊസിഷൻ ഫ്രം ഇറ്റ്സ് സക്സസർ ഓർ പ്രീഡെസസർ. ഗ്രേ കോഡ് എഴുതുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബൈനറി വാല്യൂസ് എങ്ങനെയാണ് എഴുതുന്നത്? 0 0 0 0 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ 3 എണ്ണം മതിയെങ്കിൽ 3 എണ്ണം മതി, ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ അടുത്ത ബൈനറി ബിറ്റ് എന്താ? ശരിക്കും 0 0 1. ശരിയാണ്, ഒരു ബിറ്റ് മാത്രമേ മാറിയുള്ളൂ. പക്ഷെ 0 അടുത്തത് എഴുതുമ്പോൾ 2 എന്ന് നമ്മൾ ബൈനറി വാല്യൂ എഴുതുമ്പോൾ ഈ 0 ഇവിടെ 1 ആവുന്നു, ഈ 1 ഇവിടെ 0 ആവും. 2 നമ്പറുകൾ ചേഞ്ച് ആയി. ഇത് എന്തിൽ അലൗഡ് അല്ല? ഗ്രേ കോഡിനകത്ത് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്തായിരിക്കും ഇവിടെ വരുന്ന ബിറ്റ് എന്ന് പറഞ്ഞേ? 0 അതേപോലെ ഞാൻ എഴുതി. ഈ 0നെ ഞാൻ മാറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അല്ലെ ഇതിനെ എനിക്ക് മാറ്റാം, ഞാൻ 1 ആക്കി. അങ്ങനെയാണെങ്കിൽ ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇത് അങ്ങനെ തന്നെ കിടക്കണം. മനസ്സിലായോ? അപ്പോൾ ഇത് കറസ്പോണ്ടിങ് 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേ കോഡാവും. ഇനി 3 വരുമ്പോൾ എന്തേ ചെയ്യാൻ പറ്റും? ഇതിനെ 0 ആക്കി തന്നെ എഴുതുന്നു, ഈ 1 അതുപോലെ എഴുതുന്നു, ഈ 1നെ വേണമെങ്കിൽ എന്താക്കാം? 0 ആക്കാം. ഒരൊറ്റ ചേഞ്ച് വന്നുള്ളൂ അല്ലെ? ഈ 2 ടേമും അതുപോലെ എഴുതി, ആദ്യത്തെ 2 എണ്ണം, മൂന്നാമത്തത് മാത്രം മാറ്റി. ഇതാണ് എന്ത്? 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേ കോഡ് വരുന്നത്. ഇനി 4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനെ മാത്രം മാറ്റാം? ഇതിനെ മാത്രം മാറ്റാം. ഫസ്റ്റ് ബിറ്റ് മാത്രം, ഈ 0നെ 1 ആക്കുന്നു, ഇതിനെയും ചേഞ്ച് ചെയ്യുന്നില്ല, ഇതിനെയും ചേഞ്ച് ചെയ്യുന്നില്ല. 1 1 0 ആയിരിക്കും എന്തിൽ വരിക? ഗ്രേ കോഡിൽ 4ന്റെ ബൈനറി കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ വരുന്നത്. ഇനി 5 ആവുമ്പോൾ എന്തേ ചെയ്യാൻ പറ്റും? 1 1, ഈ 0നെ ഞാൻ 1 ആക്കുന്നു അല്ലെ? ഒറ്റ ചേഞ്ച് അല്ലേ വന്നുള്ളൂ, ഒരു ചേഞ്ചേ വന്നുള്ളൂ. ഇതിനെയാണ് കറസ്പോണ്ടിങ് 5ന്റെ കറസ്പോണ്ടിങ് ഗ്രേ കോഡ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് എന്ത് ചെയ്യാം? ഈ 1ഉം ഈ 1ഉം അതേപോലെ നിർത്തുന്നു, ഈ ഒരു ബിറ്റിനെ മാത്രം മാറ്റുന്നു. ഇതാണ് എൻ്റെ 6 എന്ന് പറയുന്ന വാല്യൂ. 7 എന്ന് പറയുന്നതിൽ എന്ത് ചെയ്യണം? ഇതിൽ വരാത്തതിന് ഒറ്റ വാല്യൂ മാത്രമേ ഉള്ളൂ, 1 0. ഈ ലാസ്റ്റ് ബിറ്റിനെ പിടിച്ചിട്ട് 0 ആക്കുന്നു. ഇതാണ് എന്ത്? കറസ്പോണ്ടിങ് 7. ഇത്രയേ ഉള്ളൂ. ഒരു സമയത്ത് ഒരു ടേമിനകത്ത് ഒരു ബിറ്റ് മാത്രം ചേഞ്ച് ആക്കാം, അല്ലെങ്കിൽ പ്രീവിയസ് പൊസിഷനിൽ നിന്ന് ഒറ്റ ബിറ്റിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. ഏതിന്റെ കേസിൽ? ഗ്രേ കോഡിന്റെ കേസിൽ. അപ്പോൾ ഇത് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ XOR ചെയ്യാം. XOR ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ ഉണ്ടല്ലോ, എക്സാമ്പിൾ പറയാം. The most significant bit of the gray code will be equal to the first bit of the given binary number. അപ്പോൾ എൻ്റെ വാല്യൂ ഇതാണ്, 1 1 0 0 ആണ് ഞാൻ തരുന്ന വാല്യൂ. ഇതിന്റെ കറസ്പോണ്ടിങ്
ഗ്രേ കോഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ വാല്യൂവിനെ അതേപോലെ ഇങ്ങോട്ട് താഴേക്ക് എടുത്ത് എഴുതും. 1 അല്ലേ? ഇവിടെ 1. ഇനി ഈ രണ്ട് വാല്യൂസ് ഉണ്ടല്ലോ, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ലെഫ്റ്റ് സൈഡിലുള്ള ഏറ്റവും എൻഡിലുള്ള, ഇതാണ് MSB എന്ന് പറയുന്നത്. ഈ 1 ഇതാണ് MSB. MSBയും അതിനടുത്തുള്ളതും കൂടെ എക്സോർ ചെയ്യാന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂസ് ആണ് വരുന്നത് എങ്കിൽ, അല്ല സോറി, ഒരേപോലെ 1 ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈവൻ നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ 0 ആയിരിക്കും. എക്സോർ എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് ഈവൻ നമ്പർ ഓഫ് ഒന്നുകൾ, 2ഓ 4ഓ 6ഓ 8ഓ ഒന്നുകൾ ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ അതിനെ എന്തായിട്ട് കണക്കാക്കും? അതിനെ കൺവേർട്ട് ചെയ്യുന്നത് 0 ആയിട്ടായിരിക്കും. ഒരു ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ നോക്കിക്കോളൂ, ഈ ആദ്യത്തെ ബിറ്റും ഈ മോസ്റ്റ് സിഗ്നിഫിക്കന്റും അതിന് തൊട്ടടുത്ത ബിറ്റും രണ്ടും 1 ആണ്. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ബിറ്റ് അല്ല, ഓഡ് നമ്പർ ഓഫ് വൺസ് അല്ല, ഈവൻ നമ്പർ ഓഫ് വൺസ്. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം? 0 എഴുതണം. ഇനി ഇത് രണ്ടും നോക്കിയേ, 1ഉം 0യും കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനെ രണ്ടിനെ എക്സ്ക്ലൂസീവ് ഓർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓഡ് നമ്പർ ഓഫ് 1 ആണ്. ഇത് 1 ആണ്, ഇത് 0 ആണ്, ഒറ്റ ഒരു 1 ഉള്ളൂ. അപ്പോൾ 1 എന്ന് എഴുതാം. ഇനി ഇത് രണ്ടും കൂടെ എക്സോർ ചെയ്യാം, 0യും 0യും എക്സോർ ചെയ്താൽ എന്ത് ചെയ്താലും ആൻസർ എന്ത് തന്നെയാണ്? 0 തന്നെ. അപ്പൊ ഈ 1100ന്റെ ഗ്രേ കോഡ് എന്ന് പറയുന്നത് 1010 ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ഗ്രേ കോഡ് ചെയ്ത നമ്പറിനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കണ്ടു, വേറൊരു നമ്പർ തന്നതാണ് 1011 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 1നെ അതേപോലെ താഴേക്ക് എടുത്ത് എഴുതി അല്ലേ? 1ഉം 0യും അടുത്തടുത്ത് വന്നപ്പോൾ എന്തായി? 1 ആയി. ഇനി 0യും 1ഉം അടുത്തടുത്ത് വന്നപ്പോൾ എന്തായി? 1 ആയി. ഇനി 1ഉം 1ഉം അടുത്തടുത്ത് വന്നപ്പോൾ എന്തായി? 0 ആയി. കണ്ടു, ഇത്രയേ ഉള്ളൂ ഗ്രേ കോഡ് എന്ന് പറയുന്നത്.